ഇനി നമുക്ക് വയനാട്ടിലേക്ക് പോകാം. വയനാട് ചെമ്പ്രമലയിൽ വലിയ തോതിൽ വിള്ളലുണ്ട് എന്ന വാർത്ത, ന്യൂസ് 18 വാർത്ത നമ്മൾ ഇന്നലെ പുറത്തുവിട്ടിരുന്നു. അതിനെ തുടർന്ന് പരിശോധനയ്ക്ക് ഒരുങ്ങുകയാണ് എന്നാണ്, റവന്യൂ വകുപ്പ് പരിശോധനയ്ക്ക് ഒരുങ്ങുന്നു എന്ന വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് കൈമാറുമെന്ന് വൈത്തിരി തഹസിൽദാർ SR സജി ന്യൂസ് 18നോട് പറഞ്ഞു. ചെമ്പ്രമലയിൽ വലിയ തോതിൽ വിള്ളൽ അനുഭവപ്പെട്ടത് കണ്ടെത്തിയ സാഹചര്യത്തിൽ വയനാട് ജില്ലാ കളക്ടർ വൈത്തിരി തഹസിൽദാരോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും വൈത്തിരി തഹസിൽദാർ SR സജി ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയാണ് അതിന്റെ നടപടി? അത് പരിശോധന എന്തെങ്കിലും ആരംഭിച്ചിട്ടുണ്ടോ? ജില്ലാ കളക്ടർ ഇതിനോട് ഈ കാര്യം ചാനലിൽ കണ്ടതിനെ തുടർന്ന് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടർ റിപ്പോർട്ട് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വില്ലേജ് ഓഫീസർ കോട്ടപ്പടി വില്ലേജിലാണ്, നിങ്ങൾ ഈ പറയുന്ന സ്ഥലം കോട്ടപ്പടി വില്ലേജിലാണ്. ആ കോട്ടപ്പടി വില്ലേജിലേക്ക് വില്ലേജ് ഓഫീസർ അറിയിച്ചിട്ടുണ്ട്. അവരെ സ്ഥലത്തോട്ട് പോയിട്ടുണ്ട്. അത് കൂടാതെ കളക്ടറേറ്റിലുള്ള ഹസാഡ് അനലിസ്റ്റും അതുപോലെ തന്നെ ജിയോളജിസ്റ്റിനും ഞങ്ങൾ ഈ വിവരം നേരിട്ട് അറിയിച്ചിട്ടുണ്ട്. അവരും ആ ഭാഗത്തേക്ക് പോകുന്നതാണ്. എപ്പോഴത്തേക്കായിരിക്കും ഇത് പരിശോധന നടക്കുക? നാളെ തന്നെ നടക്കുമോ? ഇന്ന് തന്നെ നടക്കും, മിക്കവാറും ഇന്ന് തന്നെ. ഇപ്പം വില്ലേജ് ഓഫീസർ എന്തായാലും സ്ഥലത്തോട്ട് പോയിട്ടുണ്ട്. ഇന്ന് തന്നെ പറഞ്ഞു വിട്ടിട്ടുണ്ട് സ്ഥലത്തോട്ട്, ഇപ്പം തന്നെ പോയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇതിൽ എന്തെങ്കിലും, ഇപ്പോൾ നമുക്കറിയാം ചൂരൽമലയിലൊക്കെ വലിയ അപകടം ഉണ്ടായതാണ്. ഈ നിങ്ങൾ പറയുന്ന ഈ സ്ഥലത്ത് തന്നെ ഒരു 3-4 ദിവസം മുമ്പ് ആ ഭാഗത്തെ മുഴുവൻ ജനങ്ങളെയും ഞങ്ങളെ ഒഴിപ്പിച്ച് കോട്ടനാട് ഹയർ സെക്കൻഡറി സ്കൂളിൽ താമസിപ്പിച്ചിരുന്നതാണ്. അവർ അവിടുത്തെ മഴ കഴിഞ്ഞതിന് ശേഷം തിരികെ പോയിട്ടുള്ളതാണ്. ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടിൽ പ്രധാനമായും ഇത് തന്നെ. ഇപ്പോൾ നമുക്കറിയാം ഈ കുന്നമംഗലം വയലിൽ മുമ്പ് ഈ റിപ്പോർട്ട് വന്നതാണ്. കുന്നമംഗലം വയലിൽ ഈ സോയിൽ പൈപ്പിംഗ് അതുപോലെ തന്നെ സോയിൽ ക്രീപ്പിംഗ് പ്രതിഭാസമൊക്കെ കണ്ടെത്തിയതാണ്. അപ്പോൾ അവിടെ വാസയോഗ്യമല്ല എന്നുള്ള റിപ്പോർട്ട് അന്ന് സെൻറ്റർ ഫോർ എർത്ത് ആൻഡ് സയൻസ് സ്റ്റഡീസിൻ്റെ ഒക്കെ പുറത്ത് വന്നതാണ്. അപ്പോൾ അത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അങ്ങനെ എന്തെങ്കിലും? അത് പരിശോധിക്കുന്നതേ ഉള്ളൂ. അത് നോക്കട്ടെ, അത് പരിശോധിച്ച് നോക്കട്ടെ. ശരി. ഏതായാലും ഇതിന്റെ പരിശോധനയുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് തഹസിൽദാർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇത് സംബന്ധിച്ച വാർത്ത ന്യൂസ് 18 പുറത്തുവിട്ടതിനെ തുടർന്ന് ജില്ലാ കളക്ടർ റിപ്പോർട്ട് ആവശ്യപ്പെടുകയായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഉടൻ തന്നെ ഒരു സംഘം അങ്ങോട്ട് തിരിക്കും, അവിടെ നിന്ന് പരിശോധനയും നടത്തും. വയനാട്ടിൽ നിന്ന് ക്യാമറാമാൻ അഖിലിനൊപ്പം S വിനേഷ് കുമാർ, ന്യൂസ് 18. അതെന്തായാലും നമ്മുടെ വാർത്തയുടെ ഒരു ഇമ്പാക്ട് തന്നെയാണ്. നമ്മൾ ഇന്നലെ വാർത്ത കൊടുക്കുന്നു, ഇന്ന് പരിശോധനയ്ക്ക് ആളുകൾ എത്തുന്നു എന്ന് പറയുമ്പോൾ അവിടെയുള്ള മനുഷ്യർക്ക് അത് വലിയ ആശ്വാസമാകും എന്നുള്ളതാണ്.